ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ്, നക്ഷത്രം സൈൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണിത്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ സിറ്റുവേഷൻ റീഡിംഗ് ആണ് വെച്ചാൽ നിങ്ങൾ ആ ഭാഗം എടുക്കുക. മാച്ച് ആവാത്ത സിറ്റുവേഷൻസും റീഡിങ്സ് ഒക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ സെഷൻ നിങ്ങൾക്ക് വേണം വെച്ചാൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും എന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ടെമ്പറൻസ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഹൈ പ്രീസ്റ്റസ്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങളുടെ ഇടയ്ക്ക് മൂൺ. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക? എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ കാപ്രിക്കോൺ, ഞാനിവിടെ കാണുന്നത് 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഒരു സെലിബ്രേഷനാണ് കാണുന്നത് ഞാൻ, ഒരു ഗുഡ് ന്യൂസ്. അപ്പോൾ എന്തോ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ സെലിബ്രേറ്റ് ചെയ്യണ എനർജിയും ഉണ്ട്. നൈറ്റ് ഓഫ് വാൻസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫയർ സൈൻ ഉണ്ടായിരുന്നു, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് വരും പോവും, അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നു ഇവർ. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ അവർ തിരിച്ചു വരണ എനർജി കാണാണ്ട്. അപ്പോൾ ആരോ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ടെമ്പറൻസ് ആണ് വന്നിരിക്കണേ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് സാജിറ്റേറിയസ് എനർജിയാണ് ആക്ച്വലി. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ ബാലൻസ് ആണ് കാണുന്നത്. ഫൈനലി അവർക്ക് ഒരു സിറ്റുവേഷനിൽ ഒരു ബാലൻസ് അവർ കാണുന്നു, അവരുടെ എനർജിയിൽ ഒരു ബാലൻസ് വരണു. മുമ്പേ അവർക്ക് ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വന്നിരിക്കണു. ജസ്റ്റിസ് എനർജി ഉണ്ട് ഇവിടെ, ലീബ്ര എനർജി. അപ്പം ഇവർക്ക് എന്തോ ശരിയായില്ല എന്ന്, ഇതിൻ്റെ മുമ്പേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ സിറ്റുവേഷനിലൊരു കാര്യങ്ങൾ ശരിയായിരുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് ഇപ്പോൾ അത് ശരിയാക്കണം എന്നൊരു ഫീലിംഗ് ആണ്. നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട് അവർ, നിങ്ങളെ കുറച്ച് കുറേ അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട്, ആലോചിക്കുന്നുണ്ട് അവർ, കുറേ നിങ്ങളെ മിസ് ചെയ്യണു. ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു ഓൺലൈൻ മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഇല്ലച്ചാൽ അവർ നിങ്ങളെ വാട്സാപ്പ് ചെയ്യും, എന്തോ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട് അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയയ്ക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സൈലൻസിൻ്റെ ആണ്, ഒട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത എനർജി ആവാം. അതല്ല വെച്ചാൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായാലും അത്ര ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത മാതിരി. ഹൈ പ്രീസ്റ്റസ് ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. രണ്ടാളും ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. നിങ്ങളും ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കണേ, ഇത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന്. അവരും ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെയാണ് മനസ്സിൽ വെച്ചണേ, അത് ഇതിൽ എനിക്ക് എന്താ ഇപ്പോൾ അടുത്തത് ചെയ്യണ്ടെന്ന്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആക്ച്വലി കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അതല്ല വെച്ചാൽ ഇവിടെ കുറേ സീക്രട്ട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ
ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ കൺഫെസ് ചെയ്യാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി. അതുകൊണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ കാണുന്നു. അതല്ല ചില ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ബ്രേക്കപ്പ് ആയിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 of Pentacles ആണ്. അപ്പം നിങ്ങൾ കുറേ റിജക്റ്റഡ് ആയാണ് ഫീൽ ചെയ്യണേ. ഈ പേഴ്സൺ നിങ്ങളെ തനിച്ച് വിട്ടു, കുറേ ലോൺലിനെസ്സിൻ്റെ ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണു. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി പ്രതീക്ഷിക്കാണ്ടാണ് ഈ പേഴ്സൻ്റെ ഒരു മെസ്സേജ് പറയണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സർപ്രൈസ്ഡ് ആവണോ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സണ്ണാണ്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സണിന് ക്ലാരിറ്റി ഉണ്ട്. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യണത്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 5 of Wands ആണ്. അപ്പം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഗിവ് അപ്പ് ചെയ്യാണ്ട് ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഗിവ് അപ്പ് ചെയ്യണം എന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കാണാണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ കാര്യങ്ങൾ ശരിയാവില്ല വെച്ചാൽ വേറെ ആൾക്കാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടുപോകും. അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഈ പേഴ്സൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവും. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനെ ഇവിടെ തന്നെ എൻഡ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ക്ലാരിറ്റി ഇപ്പോൾ വേണം. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹെർമിറ്റ് ആണ്, വെർഗോ എനർജി. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങൾ ഈ സെപ്പറേറ്റഡ് ഉള്ള സമയത്ത് അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു പേടി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ ഉണ്ടാവുകയെന്ന്. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. എന്താ വെച്ചാൽ ഇവിടെ കുറേ ഫീലിങ്സും ഇമോഷൻസും ഞാൻ കാണുന്നുണ്ട്. കുറേ ഒരു മെച്ചോറിറ്റി വന്നിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾ 8 of Pentaclesലാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണു. ഈ സിറ്റുവേഷനിലും നിങ്ങൾ എഫേർട്ട് ഇടാൻ നോക്കും, അവരെ മെസ്സേജ് ചെയ്യാൻ നോക്കും. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഡെവിലാണ്. ആക്ച്വലി അവർക്ക് നിങ്ങളെ ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ പറഞ്ഞാൽ അവർ കുറേ ഒബ്സെസ്ഡ് ആയിട്ടാണ് നിങ്ങളെ മിസ് ചെയ്യണത്. നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ വരാനുള്ള പ്ലാനാണ് അവരുടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അത്ര സമയം എടുക്കില്ല. അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചില ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട് അവരുടെ. അത് ശരിയല്ല എന്ന് അവർക്കും അറിയാം. അവരുടെ പാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, അതല്ല വെച്ചാൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചില ഇഷ്യൂസ്, കുറേ അഫെയർസ് ഉണ്ടാവണ എനർജി, അങ്ങനെയൊക്കെയാണ് വെച്ചാൽ അവർക്ക് മനസ്സിലായിരിക്കണു അത് ഇതൊക്കെ എനിക്കിപ്പോൾ മാറ്റി ഒരു നല്ല ഒരു സെറ്റിൽഡ് ലൈഫ് വേണം എന്ന് അവർക്ക് അത് ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ അതിൽ വർക്ക് ചെയ്യാൻ നോക്കണു. ഓക്കെ, അപ്പോൾ ചില അഡിക്ഷൻസും ഉണ്ടാവാം ഈ പേഴ്സൻ്റെ ഉള്ളിൽ. അതും അവർക്ക് ഹീൽ ചെയ്യണം എന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു റീകൺസിലിയേഷനാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ മാസമാണോ അതല്ല വെച്ചാൽ അടുത്ത മാസമാണോ, എന്തായാലും ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോഴും മറിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങളോട് കാര്യങ്ങൾ മുഴുവനെ പറയുന്നുണ്ടാവില്ല. അത് കുറച്ച് സൂക്ഷിക്കണം. മെജിഷ്യൻ വരുമ്പോൾ ഒരു പേഴ്സൺ പറയണത് എന്തോ ആണ്, ചെയ്യണത് വേറെ എന്തോ ആണ്. അപ്പോൾ അതും കുറച്ച് കെയർഫുൾ ആവണം. 9 of Swords ഇവിടെ കുറച്ചൊരു സ്ട്രെസ്സിൻ്റെ എനർജി കാണാണ്ട്, കുറേ ഓവർ തിങ്കിങ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഉടനെ കണക്ട് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ഉടനെ ശരിയാവില്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ, പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ മെസ്സേജ് വരും ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഇല്ലാച്ചാൽ നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യാൻ പോണു. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. We will be together again. I wonder if you are happy without me. അപ്പോൾ കുറേ ഒരു ഒബ്സെഷൻ മാതിരി ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ കുറേ ഫയർ സൈൻസ് കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനായി, ലിയോ, കാപ്രിക്കോൺ,
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സയൻസ് ഇവിടെ ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കമന്റിൽ നിങ്ങളുടെ പേഴ്സണിന്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം, അതൊക്കെ എഴുതി കമന്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.